തൃപ്പാതെ വരുന്നിതാ പകലന്തിയോളം വേല ചെയ്യുന്ന ഈ ഞങ്ങൾക്കാശ്വാസമാകണമേ. നന്ദി പറയുന്നു, സ്തോത്രങ്ങൾ പാടുന്നു കർത്താവേ യേശുപരാ. അവിടെ പോൾ പറയുന്ന ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ കമാൻഡ്. അതൊരു കമാൻഡാണ്. എന്തിനു വേണ്ടി? പ്രേ ഫോർ ഓൾ പീപ്പിൾ. സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അപ്പൊ ഇതേപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇറ്റ് ഇസ് ലൈക്ക് എന്താണ്, ഇറ്റ് ഇസ് ലൈക്ക് ഐ ബ്രീത്ത്. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എം പ്രേയിങ് ഓൾവേസ്, ഈവൻ ദോ ഐ എം നോട്ട് ടോക്കിംഗ് ഓൾവേസ്, ബട്ട് ഐ എം പ്രേയിങ് ഓൾവേസ്. എന്താണ്? ദൈവ സാന്നിധ്യത്തിലാണ് ഞാൻ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ദൈവ സംസർഗം കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. The reality is that God is present all the time, but I need to realize the reality. Only then I will be able to communicate and I will have communion with God. ദൈവ സംസർഗം. ദൈവ സംസർഗം ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഉണ്ടാകാൻ പറ്റത്തില്ല. ആ ദൈവ സംസർഗത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സംഭാഷണത്തിന് വേണ്ടി സംസർഗമുള്ളപ്പോൾ തന്നെ സംഭാഷണം കൊണ്ടാണ് ഇറ്റ് ഹെൽപ്സ് മീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം വിത്ത് ഗാഡ്. എനിക്ക് ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്താണ്? ഐ എം ടോക്കിംഗ് വിത്ത് ഹിം. ഞാൻ എന്റെ കൂടെ ഇല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലേ? എന്റെ കൂടെ ഉള്ള ഒരാൾ മാത്രമല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ നമ്മുടെ കഥയിലെ ആൾ പറഞ്ഞത്, ഐ എം ഹാപ്പി ബിക്കോസ് ഐ ക്യാൻ പ്രേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെന്നതിന്റെ അർത്ഥം എന്താണ്? ബിക്കോസ് ജീസസ് ഈസ് സോ ക്ലോസ് ടു മീ. എന്റെ അടുത്തുണ്ട്. ഇനി ഞാൻ മരിക്കുമായിരിക്കും, ഐ ഡോണ്ട് കെയർ. മരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ മരിക്കത്തുള്ളൂ. ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കാര്യം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആൻഡ് ബ്രീത്തിങ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ നമ്മൾ എഫേർട്ട് എടുത്ത് നടത്തേണ്ട കാര്യമൊന്നുമല്ല. ബ്രീത്തിങ് ട്രബിൾ ഉള്ളപ്പോഴാണ് നമ്മൾ എഫേർട്ട് എടുത്ത് ബ്രീത്ത് ചെയ്യേണ്ടത്. അല്ലാത്തപ്പോൾ ഇതൊരു നോർമൽ കാര്യമാണ്. നമ്മൾ അറിയുമ്പോഴും അറിയാത്തപ്പോഴും നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രീത്തിങ് എത്രത്തോളം അനിവാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിങ് പോലെയാണ് അവന് പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്വസിപ്പീൻ എന്ന് പറയുന്നത് പോലെയൊക്കെ ഉള്ളൂ അത്. പക്ഷേ എന്താണ്, അതൊരു ബേർഡൻ ഒന്നുമല്ല. ശ്വസിക്കുന്ന എനിക്കൊരു ബേർഡൻ അല്ല, ആണോ? ശ്വാസം എടുക്കുമ്പോൾ ഞാൻ റിഫ്രഷ്ഡ് ആവുകയാണ്, ശ്വാസം എടുക്കുമ്പോൾ എനിക്കത് ലൈഫ് ആവുകയാണ്. അതുകൊണ്ട് പ്രെയർ എനിക്ക് ഒരിക്കലും എന്തല്ല, ഒരു ബേർഡൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഈ എൻഡ് ടൈംസിൽ, ഈ വിഷലിപ്തമായ ഈ ലോകത്തിൽ എന്നെ നിലനിർത്തുന്നത് വാസ്തവത്തിൽ എന്താണ്? പ്രാർത്ഥനയാണ്. ഈ വിക്കഡ് വേൾഡില് ഡിസപ്ഷനിൽ പെട്ടുപോകാതെ, എന്റെ പേഴ്സിക്യൂഷന്റെ സമയത്ത് പോലും എന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന്, അതേപോലെ ഈ യുദ്ധവും ഭൂകമ്പവും ക്ഷാമവും എല്ലാം വരുന്നതായ ഈ ലോകത്തിൽ അവന്റെ വരവെങ്കിൽ അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതിന് വേണ്ടി പ്രേ ഇൻ ഓൾ സീസൺസ്, എല്ലാ കാലത്തും സകല കാലത്തും നമ്മൾ പ്രാർത്ഥനയിലും വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഇൻ പ്രയർ. മനസ്സിലാകുന്നുള്ള അതിനകത്ത് ഡിഫറൻസ് മനസ്സിലാകുന്നുള്ളൂ. അതാണ് വാസ്തവത്തിൽ പ്രേ ഓൾവേസ് എന്ന് പറയുമ്പോൾ. ഇനി അടുത്തതാണ് പ്രശ്നം, എന്ത്? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? കർത്താവേ, ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എന്ന് പറയാനാണ് ഈസി ആയിരുന്നു. പക്ഷെ അതല്ലല്ലോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ അതൊക്കെ വളരെ ഈസിയാണ്. ചിലപ്പോൾ ഒരാൾ പറഞ്ഞത് എന്താണ്, ഈ ഹിന്ദുക്കൾക്കൊക്കെ ആണെങ്കിൽ ലക്ഷാർച്ചനയുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1,000 പ്രാവശ്യം അവരുടെ ദേവിയുടെ സ്തോത്രം പറയണം. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ 1,000 പ്രാവശ്യം ആയോ ഇല്ലയോ എന്ന് അറിയാനാ ബുദ്ധിമുട്ട്. അപ്പൊ അത് എണ്ണാൻ തന്നെ നമ്മൾ ആകെപ്പാടെ വിഷമിക്കും. പിന്നെ നമ്പറിംഗ് മെഷീൻ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇരിക്കേണ്ടി വരുന്നത്. നമുക്കൊക്കെയാണ് ഒരു പ്രശ്നമില്ല. കർത്താവിന് 10,000 കോടി സ്തോത്രമൊക്കെ ഒറ്റയടിക്ക് കൊടുത്തേക്കാം. പിന്നെ കർത്താവ് എണ്ണി എടുത്തോളുമല്ലോ. കർത്താവ്, ഞാൻ നിനക്ക് 10,000 കോടി സ്തോത്രം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള പ്രാർത്ഥന എന്താണ്? കർത്താവെ, സകല മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞങ്ങ് നിർത്താം. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പൗലോസിന് ഇത് പറയാനുള്ള അധികാരമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ വാസ് എ മാൻ ഓഫ് പ്രയർ. ഐ റിയലി ലവ് ഹിം. പോൾ വാസ് എ മിഷണറി, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഹി വാസ് എ മാൻ ഓഫ് പ്രയർ, ഇല്ലേ? അദ്ദേഹത്തിന്റെ മിഷണറി പ്രവർത്തനം മാത്രമേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യനെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്
എന്താണെങ്കിലും പൗലോസിനെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നില്ല. എന്നാൽ തിങ്ക് അബൌട്ട് പോളിന്റെ അവൻ രക്ഷിക്കപ്പെടുന്ന സമയം തന്നെ ഡമാസ്കസ് റോഡിൽ നിന്ന് നേർവീഥിയിൽ അവൻ ശിമോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അനനയാസിനോട് കർത്താവ് പറഞ്ഞതെന്നറിയാമോ? യു ഗോ. അവൻ ശൗൽ അവിടെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ സ്നാനപ്പെട്ടു പോലുമില്ല. അതിനു മുമ്പേ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? He was praying and praying. And he was taking fasting for 3 days and nights. അവൻ ഭക്ഷണം കഴിക്കാതെ he was praying. അത് കഴിഞ്ഞിട്ടാണ് അവൻ ബാപ്റ്റിസം സ്വീകരിക്കുന്നത് പോലും. അതുപോലെ പോളിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴെല്ലാം നമുക്കറിയാം, ഓരോ ഭാഗം നിങ്ങൾ വായിക്കുമ്പോഴറിയാമല്ലോ, he is always when he speak about somebody, when I was praying for you in my prayers, എപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ. He was a man of prayer. He was a great missionary, but he was a man of prayer. See, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പോളിന് പറയാൻ പറ്റുന്നത് സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. എന്നാൽ അത് ഈസി ഒന്നുമല്ല, ചുമ്മാതെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രയർ ഈസ് ദ ഹാർട്ട് ക്രൈ ഓഫ് എ പേഴ്സൺ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേദനയാണ് പ്രാർത്ഥന, അല്ലാതെ ചില്ലറ കാര്യങ്ങളല്ല പ്രാർത്ഥന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സി, എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ തലയും ഹൃദയവും കൂടെ ഇല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ചുമ്മാ നിന്ന് എനിക്ക്, അല്ലെങ്കിൽ അത് ജൽപ്പനമായി പോകും. ജാതികളുടെ കാര്യം പറയുമ്പോൾ അതാണല്ലോ, they are heaping up empty words എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Why it is empty? Because there is no mind behind it, there is no heart behind it. That's the reason why it's only അധരത്തിൽ മാത്രമേ ഉള്ളൂ, എംറ്റി ആണ്. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് അർത്ഥമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥന വരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നതെന്നറിയാമോ? സ്നേഹം. അവിടെയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്ന വാക്കിന്റെ ആ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത്. When you pray for everybody, you know what is needed? You need to love everybody, otherwise you cannot pray. സ്നേഹിക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. സ്നേഹത്തിന്റെ തണ്ടിൽ നിന്നാണ് പ്രാർത്ഥനയുടെ പൂവ് വിരിയുന്നത്. Without loving a person, if you do not love a person, you cannot pray for him. That's a fact. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇയാളെ സ്നേഹിച്ചു തുടങ്ങും. സ്നേഹവും പ്രാർത്ഥനയും ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലിജിയൻ ആൻഡ് ജീസസ്? മതവും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ വ്യത്യാസം, ഇറ്റ് ഇസ് ലവ്. ഇൻ റിലിജിയൻ എവറിഥിങ് ഈസ് ഔട്ട് ഓഫ് ലോ. ഇൻ റിലിജിയൻ എവറിഥിങ് ഈസ് ഔട്ട് ഓഫ് ലോ. മതത്തിലെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നിയമത്തിൽ നിന്നാണ്, ന്യായപ്രമാണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ലോയിൽ നിന്നാണ്. ഇൻ ജീസസ് എവറിഥിങ് ഈസ് ഔട്ട് ഓഫ് ലവ്. യേശുവിൽ എല്ലാം സ്നേഹത്തിൽ നിന്നാണ്. അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും എന്റെ ഭാഗത്തു നിന്നും, രണ്ടിടത്തും. എവറിഥിങ് ഇനിഷ്യേറ്റഡ് ബൈ ജീസസ് ഈസ് ബിക്കോസ് ഹി ലവ്ഡ് മീ. യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ എന്നെ വീണ്ടെടുക്കാൻ തയ്യാറായത്. യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അവൻ എന്നോട് ചേർന്ന് നടക്കുന്നത്. എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. യേശുവിന്റെ സ്നേഹമാണ് യേശുവിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത്. അപ്പൊ യേശുവിന്റെ ഭാഗത്ത് എനിക്ക് വേണ്ടി റിഡംഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ നിന്നാണ് ഉണ്ടായത്? സ്നേഹത്തിൽ നിന്നാണ്. ആൻഡ് ഫ്രം മൈ പാർട്ട് ഇറ്റ്സ് ദ സെയിം. വൈ ഐ ഒബേ ദ ലോ? ഒബീഡിയൻസ് ഈസ് ഔട്ട് ഓഫ് ലവ്. ഞാൻ എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? അനുസരിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, ബിക്കോസ് ഐ ലവ്. സ്നേഹത്തിൽ നിന്നേ എനിക്ക് അനുസരിക്കാൻ കഴിയൂ. പേടിച്ചൊന്നുമല്ല ഞാൻ അനുസരിക്കുന്നത്. ഞാൻ യേശുവിനെ അനുസരിക്കുന്നത് പേടിച്ചൊന്നുമല്ല, ബിക്കോസ് ഐ ലവ് ഹിം. Obedience what? Think about prayer. It also should be out of love. Praise, it should be out of love. When we do some charity, it should be out of love. When we worship the Lord, it should be out of love. When we do ministry, it need to be out of love. ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത് സ്നേഹത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ എന്റെ പ്രസംഗം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. It is love. When I share gospel with somebody, it should be out of love. സ്നേഹത്തിൽ നിന്നായിരിക്കണം സുവിശേഷം പറയുന്നത്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അയാളോട് സുവിശേഷം പറയാനുള്ള അവകാശം നിനക്കില്ല. നിങ്ങൾ ഒരാളോട് പ്രസംഗിക്കുന്നെങ്കിൽ അവനെ സ്നേഹിക്കാതെ, when I preach
If I do not love the people, I have no right to preach. സ്നേഹിക്കാത്തവന് പ്രസംഗിക്കാനുള്ള അവകാശമില്ല. സ്നേഹിക്കാത്തവന് ആരാധിക്കാനുള്ള അവകാശമില്ല. സ്നേഹിക്കാത്തവന് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല. എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് ലവ്. ഒന്നും കടമ തീർക്കാനല്ല. നിങ്ങൾ പോയി 1 Corinthians chapter 13 ഒന്ന് കുത്തിപ്പിടിച്ചിരുന്നൊന്ന് വായില്. ആ സ്നേഹത്തിൽ നിന്നല്ലാതെ വേറെ എന്ത് സംഭവിച്ചാലും അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് when I pray for others, that shows that I love others. When I pray for others, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ കർത്താവേ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറയുന്നതല്ല. When I pray for a person, that shows that I love that person. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ്. സ്നേഹിക്കാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇനി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നാച്ചുറലി വി സ്റ്റാർട്ട് ലവിങ് ദാറ്റ് പേഴ്സൺ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യം അന്നേരമാണല്ലോ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും സ്നേഹിക്കാൻ പറ്റുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? അത് നമുക്ക് വലിയൊരു സന്തോഷമല്ലേ? എനിക്ക് ഒരാളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരു സ്റ്റേജാണ്. ഒരു കൈപ്പുള്ള വേര് മുളയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. സോ ഇഫ് ഐ ഫീൽ എന്തെങ്കിലും ഒരു പ്രയാസം ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്നറിയാമോ? സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ഹിം. ദെൻ നാച്ചുറലി യു വിൽ ലവ് ഹിം. സോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അവന്റെ ലൈഫ് പോലെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി എന്താ നമ്മൾ പറയുന്നത്? എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യേശുവിനെയും സ്നേഹിക്കുന്നുണ്ട്. See, when I pray, I talk to Jesus. When I talk to somebody, what does it mean? I love that person, right? ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഐ ടോക്ക് ടു ഹിം ആൻഡ് certainly that shows that I love him. എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്റെ ലവ്, that is an expression of my love, right? ഇല്ലേ? എന്റെ എക്സ്പ്രഷൻ ആണ്. ഞാൻ ആലോചിക്കാറുണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് the children are talking to us. നമ്മുടെ പിള്ളേർ നമ്മളോട് സംസാരിക്കുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോ എല്ലാ പിള്ളേരാണെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അത് എന്തൊക്കെയാ പറയുന്നേ, എന്ത് പറയുന്നതെന്നൊന്നും അതിലുള്ള വിഷയമല്ല. അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പിള്ളേർക്ക് എന്ത് ചെയ്യണം? അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ സ്കൂളിലെ ഡ്രൈവറിന്റെ വീട്ടിലെ കാര്യങ്ങള്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ കാര്യങ്ങള്, ടീച്ചറിന്റെ കാര്യങ്ങള്, ടീച്ചറിന്റെ പപ്പായുടെ കാര്യങ്ങള്. എന്നിട്ട് ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും, അപ്പേ നീതു ഇല്ലേ, നീതു ഞാൻ പറഞ്ഞില്ലേ നീതുവിന്റെ കാര്യം. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. കാര്യം അവളുടെ മുഴുവൻ ഫ്രണ്ട്സും എന്താണ്? എന്റെ ഫ്രണ്ട്സ് ആയാലേ പറ്റൂ ഇപ്പം. കാര്യം അവരുടെ മുഴുവൻ കാര്യങ്ങൾ അവൾ എന്നോട് വിളമ്പിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ അല്ലേ ഞാനും ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതിയല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് കർത്താവിന്റെ അടുത്ത് ചെന്നങ്ങ് സംസാരിക്കുക. അത് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ദൈവത്തിന്റെ കാര്യമെല്ലാം കൂടെ എന്നോട് പറഞ്ഞാൽ ഞാൻ ആകെ കുഴയുകയും ചെയ്യും. ഇപ്പം ജൂപ്പിറ്ററും അല്ലെങ്കിൽ മാർസിനെ കുറിച്ചും മിൽക്കി വേയെ കുറിച്ചും അതിന്റെ ഭ്രമണപഥങ്ങളെ കുറിച്ചും നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ചും ഒക്കെ എന്നോട് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പടം വരണ്ടു. എനിക്കതൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് പുള്ളിക്കാരനൊന്ന് കേട്ടാൽ മതി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതൊന്നും പറയത്തുമില്ല ദൈവം. കാര്യം എനിക്ക് മനസ്സിലാകാത്ത വൻകാര്യങ്ങളൊന്നും അവൻ എൻ്റെ അടുത്ത് പറയത്തില്ല. ഇപ്പൊ ഞാൻ ചില പറയും, ബറാക് ഒബാമയുടെ കുഞ്ഞാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വെച്ചത്, സപ്പോസ് ദാറ്റ് ഈസ് ഒരു കൊച്ചാണെങ്കിൽ ബറാക് ഒബാമയുടെ കൊച്ച് സ്കൂളിലെ മുഴുവൻ കാര്യങ്ങളും ചെന്ന് ബറാക് ഒബാമയോട് പറയും. ബറാക് ഒബാമ പറയും, ഞാൻ ഇന്നലെ നമ്മൾ സിറിയയുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ടോക്കിംഗ് ടു പുടിനുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അതിന്റെ നമ്മുടെ എക്കണോമിക് റിസർച്ചിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കൊച്ചിനോട് വല്ലതും പറയുമോ? അതൊന്നും കൊച്ചിന് അറിയത്തില്ല. കൊച്ചിന് ഇതൊന്നും അറിയണ്ട. കൊച്ചെന്താ ചെയ്യുന്നുള്ളൂ? കൊച്ചിന് പറയാനുള്ളൂ ഒക്കെ അപ്പനോട് എന്ന് പറയുന്നു. ഇതുപോലൊക്കെ ഉള്ളൂ. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളും എന്റെ കൊച്ചു ലോകം ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അടുത്ത് ചെന്ന് പറയുന്നു.
എന്റെ കൊച്ചു ലോകം. പക്ഷെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം എത്ര വലിയ ആളാ. ഈ സർവ ചെയ്ത കേസ് ഓഫ് നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ തന്നെ ഒരു ചെറിയ ജീവിയാണ്. വി ആർ നോട്ട് ദ ബിഗസ്റ്റ് ബീയിങ്സ് ഇൻ ദിസ് വേൾഡ്, ആൻഡ് ഈവൻ ദി എർത്ത് ഈസ് നോട്ട് ദ ബിഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ആൻഡ് ഈവൻ ദ സോളാർ സിസ്റ്റം, നമ്മുടെ ഈ സൂര്യ എന്ന് പറയുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്, ഇല്ലേ? മിൽക്കി വേ എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സിന്റെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് നക്ഷത്ര സമൂഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ക്ഷീരപഥം എന്ന് പറയുന്ന മിൽക്കി വേ. വോൺ കാർലോസ് ഓർട്ടിസ് പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ കോട്ടയാടിലെ പൂക്കളൊക്കെ ആയിരിക്കും, ബാക്കിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ദൈവമാണ് ഞാൻ ഈ ചില്ലറ കാര്യങ്ങൾ ചെന്ന് പറയുമ്പം എന്നിട്ട് എന്തുവായി എന്നൊക്കെ ചോദിക്കുന്നതാ എനിക്ക് അത്ഭുതം. I'm not joking, my friends. I really love Jesus. ഞാൻ യേശുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവനല്ലാതെ ആരെങ്കിലും എന്റെ ഈ പൊട്ടത്തരങ്ങൾക്കെല്ലാം എന്നിട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവോ? അവനായതുകൊണ്ടല്ലേ. അവൻ എന്നോട് സംസാരിക്കുമ്പം അവൻ സംസാരിക്കുന്നത് അവന് ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനൂടെ മിണ്ടിയില്ലെങ്കിൽ അവൻ ആകപ്പാടെ തളർന്നു പോകും എന്നുള്ള നിലയിലാ അവൻ എന്റെ സംസാരത്തിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നത്. He speaks to me as if he has only me in the whole universe. Even though I know that it is not true, but he speaks to me like I am the only person speaks to him. ആ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നമുക്ക് കുറച്ച് സമയം ചെലവഴിച്ച എന്താ പ്രിയമുള്ളവരെ? Why can't we just talk about other people? What is in your heart? What is in your mind? Speak about other people to Jesus. That's all. അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള വേദന എന്താണ്, സന്തോഷം എന്താണ്, ചെന്ന് പറ. നിങ്ങളുടെ കൂട്ടുകാരിക്ക് പ്രൊമോഷൻ കിട്ടിയെങ്കിൽ അത് ചെന്നോളൂ. കർത്താവേ, ഐ എം സോ ഹാപ്പി ദിസ് ഡേ ബിക്കോസ് എന്റെ കൂട്ടുകാരിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി. ചെന്ന് പറ. ഇനി നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒരു പ്രശ്നമുണ്ടോ, അതും ചെന്ന് പറ. ഇനി പിള്ളേരെല്ലാം പറയുന്നില്ലേ? ഇനി അത് തന്നെയല്ല, നിങ്ങളുടെ കൂട്ടുകാരിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരന് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതും ചെന്ന് പറ. നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ. ഇൻഫാക്ട് ദാറ്റ് ഈസ് പ്രേയിങ് ഫോർ അതേഴ്സ്. ദാറ്റ്സ് പ്രേയിങ് ഫോർ അതേഴ്സ്. ചിലപ്പോൾ ഞങ്ങളുടെ പിള്ളേര് ചിലപ്പോൾ പറയും, ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഒരു പയ്യന് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ചർച്ച വന്നോണ്ടിരുന്നത്, അവന്റെ റൂം എല്ലാരും ലൂട്ട് ചെയ്തു, ഈസ് വെരി പുവർ, ക്യാൻ വി ഗിവ് സം മണി? ഓക്കെ, നോ പ്രോബ്ലം. അവക്കെടുത്ത് കൊടുക്കാനായിട്ട് കഴിയാത്തപ്പോ അവൾ എന്ത് ചെയ്യുന്നു? അപ്പന്റെ അടുത്ത് പറയുന്നു. അവക്കറിയാം നീ നിന്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതി എന്നൊന്നും പറയുന്ന അപ്പനല്ല അവക്കുള്ളതെന്നുള്ളത് അവക്കറിയാം. അല്ലെങ്കിൽ പറയുന്നു, നമ്മളെ മുമ്പേ പറഞ്ഞ പോലെ നീനായുടെ വീട്ടില് അവളുടെ പാരന്റ്സ് നമ്മളിൽ ഭയങ്കര പ്രശ്നമാണ്, അവള് ഭയങ്കര സങ്കടത്തില. നീന, നമുക്കൊരു ദിവസം അവളുടെ വീട്ടിലൊന്ന് പോയാലോ? അവരെന്ത് ചെയ്യുന്നു? പിള്ളേരെന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയത്തിന്റെ, അവരുടെ കൂട്ടുകാരെ കുറിച്ചുള്ള വേദനകൾ അവരെന്ത് ചെയ്യുന്നു? എന്നോട് പങ്കുവയ്ക്കുന്നു. കാര്യം അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ട്, ക്യാൻസറാ. അപ്പൊ എനിക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ നിസ്സഹായതയുമായി എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ ക്യാൻ പ്രേ. ഐ ക്യാൻ ഗോ ടു ജീസസ് ആൻഡ് സേ, ലോർഡ്, അവൻ എന്റെ കൂടെ പഠിച്ചതാ, അവന്റെ ലൈഫ് ഇങ്ങനത്തെ പ്രയാസത്തിലാണല്ലോ, വൈ കാൻ't യു ഹെൽപ്പ് ഹിം? നിനക്ക് അവനെ സൗഖ്യമാക്കി കൂടെ? കാര്യം അത് ചെയ്യാൻ കഴിവുള്ളവനാണ് അവൻ. അവന് മനസ്സുണ്ട്, അവന്റെ അടുത്ത് എന്ന് പറയാൻ പറ്റും നമുക്ക്. So prayer is something praying for others is something, I'm so delighted to pray for others. എന്തുകൊണ്ടാ? Because I talk to my father. എന്റെ അപ്പന്റെ അടുത്ത് എനിക്ക് എന്റെ അപ്പനെ നന്നായിട്ട് അറിയാം. അവൻ ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, അവൻ സഹായിക്കാനും ഇഷ്ടമാണ്.
യേശുനാഥ തൃക്കൈകൾ പിടിച്ചു നടക്കുവാൻ ശക്തിയതേകണമേ. നന്ദി പറയുന്നു, സ്തോത്രങ്ങൾ പാടുന്നു കർത്താവേ യേശുപരാ. പതിനായിരമായി സ്തുതിച്ചെന്നാവിലും മതിയാവില്ലെനിക്കുനാഥ. പതിനായിരമായി സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കുനാഥ. സന്ധ്യായി വേളയിൽ കർത്താവേ നിൻ തിരുമുൻപിൽ വന്നിടുന്നു ഞാൻ. കൈകൾ കൂട്ടി കുന്തിട്ടു വണങ്ങിയിടുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങളും അതിവേദന ചിന്താഭാരങ്ങളും മശിഹാർ കൈകളാൽ സ്പർശിച്ച് സൗഖ്യമാക്കി എന്നിൽ മോദമേകിടണം.